തൃശൂരിൽ ചില്ല് വീണ് വഴിയാത്രക്കാരന്റെ തലയ്ക്ക് ഗുരുതര പരിക്ക്. മണികണ്ഠനാലിന് സമീപമാണ് അപകടമുണ്ടായത്. കടയുടെ ചുമരിൽ ഘടിപ്പിച്ചിരുന്ന വലിയ ചില്ലാണ് വീണത്. ഗുരുതരമായ പരിക്കേറ്റ യാത്രക്കാരനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. MS ലിഷോ ഈ വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോ, ഈ ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോഴാണ് അപകടമുണ്ടായത്? അതെ മധു, അതായത് ഇത് സ്വരാജ് റൗണ്ടാണ്. ഈ സ്വരാജ് റൗണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുട്പാത്ത്, അതായത് സ്വരാജ് റൗണ്ടിന് ചുറ്റുമുള്ള ഈ ഫുട്പാത്തിലൂടെ ആണ് ഇരിങ്ങാലക്കുട സ്വദേശിയായ ഗോപാലകൃഷ്ണൻ നടന്നു പോകുന്നുണ്ടായിരുന്നത്. ഈ സമയത്ത് ഈ കാണുന്ന മുകളിലെ ഈ കട ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അവിടുത്തെ ഈ ചില്ല് ഇളകി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ചില്ല് ആദ്യം ഈ ഭാഗത്തുള്ള ചില്ലാണ്. തൊട്ടടുത്ത ഇപ്പോൾ അവിടെ ഇതിൻ്റെ ജോലിക്കാരെല്ലാവരും എത്തി. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്ന് ജോലിക്കാരെല്ലാവരും എത്തി ആ ചില്ല് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ടപ്പുറത്തുള്ള ഭാഗത്തുള്ള ചില്ലാണ് അടർന്നു വീണത്. അടർന്ന് താഴെ ഇതിലൂടെ നടന്നു പോവുകയായിരുന്ന അദ്ദേഹത്തിൻ്റെ തലയിലേക്കാണ് വീണത്. ആദ്യം ഇതിന് മുകളിലുള്ള ആസ്പെറ്റോസിൽ തട്ടി, അതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വീണത്. വീണ ഉടനെ തന്നെ ഈ ഭാഗത്താണ് അദ്ദേഹം നടന്നു പോയിരുന്നത്. ഈ ഭാഗത്ത് വെച്ചാണ് തലയിലേക്ക് വീണത്. ഈ ചില്ല് പൂർണ്ണമായും തകർന്ന് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ചില്ല് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തലയിലടിച്ചാണ് ഇത്തരത്തിൽ നിലത്ത് വീണ് ആ ചില്ല് തകർന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തെ ഉടനടി തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളികൾ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ഏകദേശം 7 സ്റ്റിച്ച് തലയ്ക്കുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ഫയർഫോഴ്സ് അധികൃതർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ ഭാഗത്തെ കൂടെയുള്ള ഈ സഞ്ചാരം, ഫുട്പാത്തിലൂടെയുള്ള സഞ്ചാരം നിലവിൽ തടഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ പൂർണ്ണമായും മുകളിലെ ചില്ല് മാറ്റിയതിന് ശേഷം മാത്രമായിരിക്കും ആ സഞ്ചാരം പുനഃസ്ഥാപിക്കുക. ഫയർഫോഴ്സ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് സാർ? ഓക്കെ, നമസ്കാരം. ഞാൻ കളക്ടറിൽ ഒരു അടിയന്തര മീറ്റിങ്ങിലായിരുന്നു. അപ്പോൾ അടിയന്തര മീറ്റിങ്ങിന് ഭാഗമായിട്ട് എനിക്ക് മെസ്സേജ് കിട്ടുകയും തുടർന്ന് ഇവിടെ വരികയും ചെയ്തു. അപ്പോൾ ഉടൻ തന്നെ തൃശ്ശൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സ്ഥലത്തെത്തുകയും കാഷ്വാലിറ്റിയെ വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇത് ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെട്ടിടമൊക്കെ വളരെ പഴക്കമുള്ള കെട്ടിടമാണ്. ഇതിനോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ അടർന്നു വീഴാറായ സ്ഥിതിയാണ് നിലവിലുള്ളത്. അപകടകരമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് പൊതുജനങ്ങൾക്കും ഇപ്പോൾ അപകടകരമായി തോന്നിയ കാര്യങ്ങൾ, അപകടകരമായ കുറേ തോന്നിയങ്ങൾ, ഒരുപാട് പരാതികൾ നമുക്ക് വരാറുണ്ട്. ഒട്ടൊരു പരാതികൾ തന്നെ നമ്മൾ പരിഹരിക്കാറുമുണ്ട്. നാളെ മുതൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തൃശ്ശൂർ ഫയർ സ്റ്റേഷനിൽ നിന്ന് ഈ സ്വരാജ് റൗണ്ടിലുള്ള എല്ലാ കെട്ടിടങ്ങളും പരിശോധിച്ച ശേഷം ഇത്തരം അപകടകരമായ രീതികൾ നമ്മൾ കോർപ്പറേഷന് റിപ്പോർട്ട് ചെയ്യും നാളെ തന്നെ. ഇപ്പോൾ നിലവിൽ ഈ പരിക്കേറ്റ ആളുടെ എന്തെങ്കിലും നിലവിൽ അദ്ദേഹം അപകടാവസ്ഥ തരണം ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ പറയാം. ജില്ലാ ആശുപത്രിയിലേക്ക് ഉടനെ തന്നെ കൊണ്ടുപോയി. എന്തായാലും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ നിരവധി കെട്ടിടങ്ങൾ ഈ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫുട്പാത്തിലൂടെ നിരവധി ആളുകൾ എപ്പോഴും നടന്നു പോകുന്നതാണ്. അതായത് നഗര ഹൃദയത്തിൽ തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഓരോ സമയവും നൂറുകണക്കിന് ആളുകളാണ് ഈ ഭാഗത്തുകൂടെ എല്ലാം തന്നെ കടന്നു പോകുന്നത്. അതുകൊണ്ട് വളരെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്, ഇന്നൊരു അവധി ദിവസമായതുകൊണ്ട് മാത്രമാണ് ഒരു വലിയ തോതിലുള്ള ഒരു അപകടത്തിൽ നിന്ന് എന്തായാലും തലനിരക്കിയ ആളുകൾ എല്ലാവരും തന്നെ രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ ഈ സമയത്തെല്ലാം തന്നെ, ഈ അപകടം നടന്ന സമയത്തെല്ലാം തന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഈ ഭാഗത്തുകൂടെ എല്ലാം തന്നെ എപ്പോഴും കടന്നു പോകുന്ന ഒരു സമയമാണ് ഈ ഒരു അപകടം നടന്നത്. എന്തായാലും ഫയർഫോഴ്സ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട ഇനി പരിശോധനകൾ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ നടത്തുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. കോർപ്പറേഷനാണ് ഇത് സംബന്ധിച്ച് ഇനിയിപ്പോൾ ഈ ഭാഗത്തുള്ള കെട്ടിടങ്ങളുടെ ബലക്ഷയം കുറവാണെങ്കിൽ അതിലെല്ലാം തന്നെ എന്തെല്ലാം തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ശരി, ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. സ്വരാജ് റൗണ്ടിലാണ് അപകടമുണ്ടായത്. കടയിൽ ഘടിപ്പിച്ചിരുന്ന ചില്ല് താഴേക്ക് വീണാണ് വഴിയാത്രക്കാരന് പരിക്കേറ്റത്.